ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. FPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ നേവൽ അക്കാഡമിയുടെ നോട്ടിഫിക്കേഷനും ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 11/12/2024 എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നമുക്ക് എത്തരത്തിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ അവൈലബിലിറ്റി എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർമിയിൽ 208 ഒഴിവുകളാണുള്ളത്. അതിൽ 10 ഫീമെയിൽസിന് ഉണ്ടായിരിക്കുന്നതാണ്. നേവിയിൽ 42 ഒഴിവുകൾ, അതിൽ 6 ഫീമെയിൽസിന് ഉണ്ടായിരിക്കും. എയർഫോഴ്സിന് 92 ഒഴിവുകൾ, അതിൽ 2 ഫീമെയിൽസിന് ഉണ്ടായിരിക്കും. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിൽ 18 ഒഴിവുകളാണ്, അത് 2 ഫീമെയിൽസിനുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിൽ 10 ഒഴിവുകൾ, അതിൽ 2 ഫീമെയിൽസിനുണ്ട്. അതുപോലെ തന്നെ നേവൽ അക്കാഡമിയിൽ 36 ഒഴിവുകളാണ്, അതിൽ 5 ഫീമെയിൽസിനുണ്ട്. അങ്ങനെ 406 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ എക്സാം സെൻറ്റേഴ്സ് കോഴിക്കോടുണ്ട്, കൊച്ചിയുണ്ട്, ട്രിവാൻഡ്രമുണ്ട്. ഈ 3 സെൻറ്റേഴ്സിലായിരിക്കും കേരളത്തിൽ എക്സാം നടക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്റ്റേറ്റിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും പോകേണ്ട, കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനും മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നത് സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2 ജൂലൈ 2006 1 ജൂലൈ 2009 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നമുക്ക് ആർമി വിങ്ങിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10th +2 പാസ്സായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ സയൻസ് സബ്ജക്റ്റ് വേണമെന്നില്ല. ഹ്യൂമാനിറ്റീസോ മറ്റേതെങ്കിലും സബ്ജക്റ്റ് എടുത്താലും കുഴപ്പമില്ല. അത് 10th +2 പാസ്സായിരിക്കണം. നേവിയുടെ അല്ല, ഇത് ആർമി വിങ്ങിൻ്റെയാണ്. ഇനി നമുക്ക് നേവൽ വിങ്ങിൻ്റെതും അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെതും നേവൽ അക്കാഡമിയിലേക്കുള്ളതിൻ്റെയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 പാസ്സായിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതായത് സയൻസ് സബ്ജക്റ്റ് വേണം എന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എയർഫോഴ്സ്, നേവി, നേവൽ അക്കാഡമിയിലേക്കുള്ളതിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. +2 പാസ്സായിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ +2 പാസ്സായവർക്കും ഇപ്പോൾ +2 കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ, ആപ്ലിക്കേഷൻ ഫീസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SC ST ഫീമെയിൽസിനൊന്നും തന്നെ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റുള്ളവർക്ക് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് ത്രൂ ആണ്, ഞാൻ പറഞ്ഞല്ലോ UPSCയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് എക്സാം, അതിനുശേഷമാണ് SSB ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്സ്, അപ്പം ഫസ്റ്റിൽ ആദ്യം നടക്കുന്നത് മാത്സ് എക്സാമാണ്. 2.5 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത്. 300 മാർക്കാണ് എക്സാമിൻ്റെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. അപ്പം രാവിലെ ആയിരിക്കും ഈ ഒരു എക്സാം നടക്കുക. മാത്സിൻ്റെ എക്സാം നടക്കുക 2.5 മണിക്കൂറാണ് ടോട്ടൽ സമയം. 300 മാർക്കാണ് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നടക്കുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റാണ്. ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. അത് 2.5 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മാർക്ക് എന്ന് പറയുന്നത് 600 മാർക്കാണ്. അങ്ങനെ ജനറൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ 600ഉം മാത്സിൻ്റെ 300ഉം കൂട്ടി 900 മാർക്കായിരിക്കും ടോട്ടൽ എക്സാമിൻ്റേത് എന്ന് പറയുക. അപ്പോൾ ഈ 900 മാർക്കിന് ശേഷം അത് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റും കാര്യങ്ങളും, റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് അതിൽ നിന്നും സോർട്ട് ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് SSB ഇൻ്റർവ്യൂ. SSB ഇൻ്റർവ്യൂ 900 മാർക്കിനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. വെറും ഒരു ജോലി അല്ല, ഡയറക്റ്റ് ഒരു യൂണിഫോം ജോലി, അതുപോലെ തന്നെ ഒരു ഓഫീസർ റാങ്കാണ്. അപ്പം മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക.